أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ഇതിൻ്റെ തർജ്ജമ ഇപ്രകാരമാണ്. അള്ളാഹു പറയുന്നു, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്നവർക്ക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത ധാർമ്മിക ഗുണങ്ങളെക്കുറിച്ചും അവിടുത്തെ മാതൃകയെക്കുറിച്ചും ഒരാൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അപ്പോൾ അവർ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ലേ? അതിൽ അള്ളാഹു തന്നെ തിരുനബിയുടെ മാതൃകയെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, വഇന്നക ലഅലാ ഖുൽഖിൻ അളീം. പ്രവാചകരെ, നിശ്ചയമായും താങ്കൾ ഉന്നത ധാർമ്മിക ഗുണങ്ങളിൽ നിലകൊള്ളുന്നവനാകുന്നു. ഒരു കാര്യത്തിൻ്റെ അത്യുന്നത നിലവാരത്തിലുള്ളവരാണല്ലോ മാതൃകകളായിത്തീരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിലാകട്ടെ മനുഷ്യരോടുള്ള കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിലാകട്ടെ രണ്ടിലും അവിടുന്ന് അത്യുന്നത സ്ഥാനം അലങ്കരിച്ചിരുന്നുവെന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മോട് അരുളിയത്, ഈ പ്രവാചകൻ നിങ്ങൾക്ക് ഉത്തമ മാതൃകയാണ് എന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കേൾക്കുക മാത്രമല്ല, അവ ജീവിതത്തിൽ പകർത്തുകയും വേണം. കേവലം വിശ്വാസം കൊണ്ട് മാത്രം മതിയാകില്ല. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ പ്രവാചകൻ അയച്ചതിൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കൂ. ഇത് ഓരോ മുസ്ലിമിൻ്റെയും മുഅ്മിനിൻ്റെയും ഉത്തരവാദിത്തമാണ്. ലോകത്ത് ചിലർ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുകയും പ്രശസ്തി നേടുകയും അവരുടെ നാമങ്ങൾ ശോഭിക്കുകയും വലിയ ബഹുമതികൾ നേടുകയും ചെയ്യുന്നു. ചിലർക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നു, ചിലർക്ക് മറ്റു പുരസ്കാരങ്ങൾ. എന്നാൽ ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് ആ കാര്യത്തിനായി നിശ്ചയിക്കപ്പെട്ട ഏതെങ്കിലും കമ്മിറ്റികളോ ഗവൺമെൻറ്റുകളോ ആണ്. എന്നാൽ ഒരു ജനത മുഴുവൻ ഐക്യകണ്ഠേന ഒരാൾക്ക് ബഹുമതി നൽകിയതായി അറിവില്ല. നുബുവത്തിന് മുമ്പ് തന്നെ തൻ്റെ യുവത്വത്തിൽ ജനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ സാദിഖ്, അമീൻ എന്നീ സ്ഥാനപ്പേരുകളാണ് യഥാർത്ഥ ബഹുമതി. അവിടത്തേക്ക് പുരസ്കാരങ്ങളുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എങ്കിലും ജനങ്ങളുടെ കണ്ണിൽ അവിടുന്ന് നിസ്തുല പദവിയിലെത്തിയതിനാൽ മുഴു സമൂഹവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദരണീയ സ്ഥാനം നൽകുകയായിരുന്നു. ഇതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അരുളിയിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ചര്യകൾ പിന്തുടരുക, എൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, കാരണം അള്ളാഹു നിങ്ങളെ പരിഷ്കരിക്കാനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. അവിടുന്ന് വീണ്ടും പറയുന്നു, ഉന്നത ധാർമ്മിക ഗുണങ്ങളുടെ പൂർത്തീകരണത്തിനായാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്.
സകല സൽഗുണങ്ങളും തികവാർന്ന നിലയിൽ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ ധാർമ്മിക ഗുണങ്ങളുടെ പൂർത്തീകരണം നടത്താൻ കഴിയൂ. ഞാൻ പറഞ്ഞതുപോലെ അവിടുന്ന് നമുക്ക് ഉത്തമ മാതൃക ആണെന്ന് അള്ളാഹു തന്നെ അരുളിയിരിക്കുന്നു. അതിനാൽ നബി തിരുമേനിയുടെ ഓരോ കാര്യവും പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതത്തിന് നാം സ്ഥാനം നൽകണം. അവിടുത്തെ ഓരോ വാക്കും ഖുർആനിക അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതും അള്ളാഹുവിൽ നിന്നുള്ളതുമാണ്. ഒരു മനുഷ്യനുണ്ടാകേണ്ട സകല ഉത്തമ ഗുണങ്ങളുടെയും ദൈവിക ഗുണങ്ങളുടെയും യഥാർത്ഥ പ്രതിഫലനമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തൻ്റെ ദേബാച്ച തഫ്സീറുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ചില കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ചും ജീവിതചര്യയെക്കുറിച്ചും നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലുമുണ്ട്. അവയിൽ ചിലത് ഇന്ന് ഞാൻ ചുരുക്കത്തിൽ വിവരിക്കാം. ഇനി അവസരം ലഭിക്കുമ്പോഴെല്ലാം ഇവയിലെ വിശദീകരണങ്ങൾ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ആദ്യത്തെ കാര്യം അള്ളാഹുവിനോടുള്ള കടമകളാണ്, അതായത് ദൈവാരാധനയാകുന്ന കടമ. ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് നോക്കാം. അവിടുത്തെ ജീവിതം മുഴുവൻ ദൈവാനുരാഗത്തിൽ മുഴുകിയതായി നമുക്ക് കാണാൻ കഴിയും. പുതിയൊരു ശരീഅത്ത് നടപ്പിലാക്കുക, ജനങ്ങളെ സംസ്കരിക്കുക തുടങ്ങിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അവിടുത്തെ ചുമലിലുണ്ടായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളിയതുപോലെ അപരിഷ്കൃതരായ മനുഷ്യരെ സംസ്കാര സമ്പന്നരായ മനുഷ്യരായും പിന്നീട് ദൈവഭക്തരായ മനുഷ്യരായി മാറ്റുക എന്നത് വലിയൊരു ജോലിയായിരുന്നു. എങ്കിലും അള്ളാഹുവിനോടുള്ള കടമയായ ആരാധനയുടെ കാര്യത്തിൽ അവിടുന്ന് ഒരിക്കലും വീഴ്ച വരുത്തിയില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രയാസങ്ങൾ നേരിട്ടു, യുദ്ധത്തിന് പോകേണ്ടി വന്നു, ശത്രുക്കൾ ആക്രമിക്കുകയും ചെയ്തു. ഇതിനിടയിലും ആരാധനയുടെ കാര്യത്തിൽ അവിടുന്ന് കുറവ് വരുത്തിയില്ല. എല്ലാ സാഹചര്യങ്ങളിലും നാം അള്ളാഹുവിനെ മുന്നിൽ വെക്കുക എന്ന മാതൃകയാണ് നമ്മുടെ മുമ്പാകെയുള്ളത്. നാം അള്ളാഹുവിനെ മുന്നിൽ നിർത്തിയാൽ നമ്മുടെ പല പ്രശ്നങ്ങളും സ്വയം പരിഹരിക്കപ്പെട്ടു കൊണ്ടേ പോകും. ആളുകൾ പല പ്രശ്നങ്ങളും പറയാറുണ്ട്. തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു, അങ്ങനെ ദുആ ചെയ്തു, സ്വന്തം പ്രശ്നപരിഹാരങ്ങൾക്കായി ദുആ ചെയ്തുവെങ്കിലും അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കാറില്ലെന്ന് ചിലർ പറയാറുണ്ട്. അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കാത്തതുകൊണ്ട് അവർക്ക് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നു. എന്നോടുള്ള കടമകൾ നിർവഹിക്കൂ എന്നാണ് അള്ളാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനയുടെ നിലവാരം എങ്ങനെയുള്ളതായിരുന്നു? രാവേറെ പിന്നിട്ട് അർദ്ധരാത്രി ആകുമ്പോഴേക്കും അവിടുന്ന് ആരാധനയ്ക്കായി എഴുന്നേൽക്കുമായിരുന്നു. ഇതിന് അള്ളാഹു തന്നെ സാക്ഷ്യം നൽകിയിട്ടുണ്ട്. അത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, അവിടുന്ന് ഇപ്രകാരം ആരാധനയിൽ മുഴുകിയിരുന്ന ഒരു സമയത്ത് ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ദാസനാണ്, എന്നിട്ടും എന്തിനാണ് അവിടുന്ന് രാത്രിയുടെ ഭൂരിഭാഗവും ആരാധനയ്ക്കായി ചെലവഴിച്ച് സ്വയം ഇത്രയധികം കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ അവിടുന്ന് മറുപടി നൽകി, അഫലാ അകൂന അബ്ദൻ ഷക്കൂറ, ആയിഷ, ഞാൻ നന്ദിയുള്ളൊരു ദാസനാകേണ്ടതല്ലേ? ഞാൻ അള്ളാഹുവിനോട് അടുത്ത ദാസനാണെന്നത് സത്യം തന്നെ. അള്ളാഹു തൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ദൈവസാമീപ്യം തന്നരുളുകയും ചെയ്തിരിക്കുന്നു. എന്നിരുന്നാലും കഴിയുന്നത്ര അവനോട് നന്ദി കാണിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? കാരണം ലഭിച്ച ഉപകാരങ്ങൾക്കാണല്ലോ നന്ദി പ്രകടിപ്പിക്കുന്നത്. അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം നോക്കൂ. തിരുമേനിയെ ന്യായപ്രമാണമുള്ള അവസാന പ്രവാചകനാക്കി. അവസാന ന്യായപ്രമാണം പൂർണ്ണമായ നിലയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു. ഇതിനെ മുൻനിർത്തിയാണ് ഞാൻ നന്ദിയുള്ളവനാകേണ്ടവനല്ലേ എന്ന് അവിടുന്ന് ചോദിച്ചത്. ഓരോ മനുഷ്യനും അവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് അള്ളാഹു അനേകം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നന്ദി പ്രകടിപ്പിക്കാനായി നാം നമ്മുടെ ആരാധനകളുടെ നിലവാരം ഉയർത്തേണ്ടതാണ്. ഇന്നത്തെ യുവാക്കളും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നാം എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്? അള്ളാഹുവിന് നമ്മുടെ ആരാധനയുടെ ആവശ്യമുണ്ടോ എന്ന്. ഇന്നത്തെ ഭൗതിക ലോകത്താൽ സ്വാധീനിക്കപ്പെട്ടാണ് അവർ ഇപ്രകാരം ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം ഇതാണ്: അള്ളാഹുവിന് നിങ്ങളുടെ ആരാധനയുടെ ആവശ്യമില്ല. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ
മതപരവും ലൗകികവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ അവനോട് നന്ദി കാണിച്ച് അവൻ്റെ ഒരു നന്ദിയുള്ള ദാസനാകാൻ ബാധ്യതപ്പെടുത്തുന്നവയല്ലേ? അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സ്വയമറിയാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ കണ്ണീർ നിറയുമായിരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ. ഒരു നിവേദനത്തിൽ ഇപ്രകാരം കാണാം: ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു തരൂ. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ മേലാണല്ലോ ഖുർആൻ അവതരിക്കപ്പെട്ടത്, ഞാൻ അങ്ങേക്ക് ഓതി കേൾപ്പിക്കുകയോ? അവിടുന്ന് അരുളി, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറ നിസാ പാരായണം ചെയ്യാൻ തുടങ്ങി. ഓതിക്കൊണ്ടിരിക്കെ ഈ ഒരു വചനത്തിലെത്തി: ഫകൈഫ ഇദാ ജഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജഅനാ ബിക അലാ ഹൗലായി ഷഹീദ. അതായത്, ഓരോ സമുദായത്തിൽ നിന്നും അവരുടെ പ്രവാചകനെ അവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ സമുദായത്തിൻ്റെ വിചാരണ നടത്തുകയും നിന്നെയും നിന്റെ സമുദായത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെ വിചാരണ നടത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ അവസ്ഥ എന്തായിരിക്കും? ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതി, ഇനി നിർത്തൂ. ആ സ്വഹാബി പറയുന്നു, ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇറ്റുവീഴുകയായിരുന്നു. അത്രയേറെ ദൈവഭയം അവിടുത്തെ ആവരണം ചെയ്തിരുന്നു. എൻ്റെ ഉമ്മത്ത് അള്ളാഹുവിൻ്റെ അപ്രീതിക്ക് കാരണമാകുന്ന വല്ലതും ചെയ്യുമോ എന്നും അവർക്കെതിരായി സാക്ഷി പറയേണ്ടി വരുമോ എന്നും അവിടുന്ന് അത്യധികം വ്യാകുലപ്പെട്ടിരുന്നു. ഇതിൽ മറ്റൊരു വശവും അടങ്ങിയിരിക്കുന്നു. തിരുമേനിയുടെ സാക്ഷ്യത്തിന് നിരവധി സംഗതികളുണ്ടെങ്കിലും പ്രവാചകൻ്റെ സാക്ഷ്യം നമുക്കെതിരാകുമോ എന്ന് ഭയപ്പെടേണ്ടതാണ്. നമ്മുടെ പാപങ്ങൾ വെളിപ്പെടുമാറ് ശരിയായ അവസ്ഥ പുറത്തു വന്ന് നാം ശിക്ഷാർഹരാകുമോ? ഇത് ഭയപ്പെടേണ്ട കാര്യമാണ്. ആരാധനകളോടുള്ള കടമ നാം നിറവേറ്റണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധിപ്പിക്കുകയും അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചു തരികയും ചെയ്ത പോലെ അള്ളാഹുവിനെ സ്നേഹിക്കുകയും വേണം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവിടുത്തേക്ക് വലിയ നിഷ്ഠയുണ്ടായിരുന്നു. കഠിനമായ രോഗാവസ്ഥയിൽ പോലും ഇരുന്ന് നമസ്കരിക്കാൻ അനുവാദമുണ്ടായിരുന്നിട്ടും അവിടുന്ന് മറ്റുള്ളവരുടെ സഹായത്തോടെ പള്ളിയിലേക്ക് പോകുമായിരുന്നു. ചരിത്രത്തിൽ കാണാം, അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു ദിവസം പള്ളിയിൽ വരാൻ കഴിയാത്തപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അവിടുന്ന് കൽപ്പിച്ചു. എന്നാൽ അല്പസമയത്തിന് ശേഷം തൻ്റെ ആരോഗ്യത്തിൽ അല്പം പുരോഗതി തോന്നിയപ്പോൾ ഉടൻ തന്നെ 2 പേരുടെ തോളിൽ താങ്ങിക്കൊണ്ട് അവിടുന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ അവസ്ഥയിൽ അവിടുത്തെ 2 പാദങ്ങൾ മണ്ണിൽ ഉരസുന്നുണ്ടായിരുന്നു. നടക്കാൻ അത്രയും പ്രയാസപ്പെട്ടിരുന്നു. എങ്കിലും ജമാഅത്തായ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഉമ്മത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ വേദന അവിടുന്ന് സഹിച്ചു. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും അവിടെ എത്തി. രോഗം ഗൗനിക്കാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തുകയാണ് ചെയ്തത്. ഇതാണ് അള്ളാഹുവിനോട് തിരുമേനിക്കുണ്ടായിരുന്ന സ്നേഹം. ഈ അവസ്ഥയിൽ ജനങ്ങളുടെ ശിക്ഷണകാര്യത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ശുഷ്കാന്തി ശ്രദ്ധേയമാണ്. അതിലൊന്ന് നമസ്കാരനിഷ്ഠയിലുള്ള ശ്രദ്ധയാണ്. മാത്രമല്ല, ദൈവിക മഹത്വവും ദൈവത്തിൻ്റെ സ്ഥാനവും ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തി, എങ്ങനെ ശിക്ഷണം നൽകിയെന്നതും ശ്രദ്ധേയമാണ്. ശ്രദ്ധ ക്ഷണിക്കാനായി കൈകൊട്ടുന്ന രീതി അറബികൾക്കിടയിൽ പതിവായിരുന്നു. അക്കാലത്ത് ഇത് വളരെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ രീതി അവിടുന്ന് നിർത്തലാക്കുകയുണ്ടായി. പകരം സിക്ർ അഥവാ ദൈവസ്മരണ വേണമെന്ന് പഠിപ്പിച്ചു. ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ നമസ്കാര സമയം വന്നെത്തുകയുണ്ടായി. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ എന്ന് പറഞ്ഞു. ജോലി കഴിഞ്ഞ ഉടനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തിയപ്പോൾ അത് അബൂബക്കർ നമസ്കരിപ്പിക്കുകയായിരുന്നു. പ്രവാചകൻ വന്നതറിഞ്ഞ് ജനങ്ങൾ സന്തോഷം കൊണ്ട് കൈകൊട്ടാൻ തുടങ്ങി. തങ്ങളുടെ മനസ്സിലെ സന്തോഷം പ്രകടിപ്പിക്കാനും
അബൂബക്കറിൻ്റെ ഇമാമത്ത് അവസാനിച്ചു എന്ന് അറിയിക്കാനുമായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. ഉടൻ തന്നെ അബൂബക്കർ റളിയല്ലാഹു പിന്നോട്ട് മാറുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇടം നൽകുകയും ചെയ്തു. നമസ്കാരശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കർ, ഞാൻ നമസ്കരിപ്പിക്കാൻ കൽപ്പിച്ചിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് പിന്നോട്ട് മാറിയത്? അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത വളരെ അപാരമാണ്. അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹുവിൻ്റെ റസൂൽ സന്നിഹിതനായിരിക്കെ നമസ്കാരം നയിക്കാൻ അബൂ ഖുഹാഫയുടെ മകന് എന്ത് യോഗ്യതയാണുള്ളത്? തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കൈകൊട്ടിയത്? ദൈവസ്മരണയിൽ കൈകൊട്ടുന്നത് ഉചിതമല്ല. നമസ്കാരത്തിനിടയിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടെങ്കിൽ കൈകൊട്ടുന്നതിന് പകരം ഉച്ചത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക. അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലാകുന്നതാണ്. അതുപോലെ ആരാധനകളിൽ അനാവശ്യമായ കാഠിന്യം അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആരാധനകളിൽ ഇത്ര ശ്രദ്ധ കാണിച്ചിരുന്ന അവിടുന്ന് പറഞ്ഞിരുന്നത് കാഠിന്യം പാടില്ല എന്നാണ്. ഒരിക്കൽ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ 2 തൂണുകൾക്കിടയിൽ ഒരു കയർ കെട്ടിയിരിക്കുന്നത് കണ്ട് അവിടുന്ന് ചോദിച്ചു, എന്തിനാണ് ഈ കയർ കെട്ടിയിരിക്കുന്നത്? ജനങ്ങൾ പറഞ്ഞു, ഇത് ഹസ്രത്ത് സൈനബിൻ്റെ കയറാണ്. ആരാധന ചെയ്ത് തളരുമ്പോൾ അവർ ഇതിൽ പിടിച്ചു നിൽക്കും. അവിടുന്ന് അരുളി, ഇങ്ങനെ ചെയ്യരുത്, ഈ കയർ അഴിച്ചു മാറ്റൂ. ഓരോരുത്തരും തങ്ങൾക്ക് ഉന്മേഷമുള്ളിടത്തോളം കാലം മാത്രം ആരാധിക്കുക. തളരുമ്പോൾ അവർ വിശ്രമിക്കട്ടെ. ഇത്തരത്തിൽ സ്വയം കഷ്ടപ്പെടുത്തിയുള്ള ആരാധന കൊണ്ട് ഒരു ഗുണവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്താൽ അവിടുത്തെ വീട്ടുകാരും മുസ്ലിം സ്ത്രീകൾ പോലും ആരാധനയിൽ അത്രയേറെ താല്പര്യമുള്ളവരായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതേസമയം അവർ അതിൽ കഠിനമായ നില അനുവർത്തിച്ചിരുന്നു. എന്നാൽ അവിടുന്ന് അവരോട് പറഞ്ഞു, കഠിനമായ നില കൈക്കൊള്ളേണ്ടതില്ല. ആരാധന വിശ്രമം നൽകി അനുഷ്ഠിക്കുക. എന്നാൽ ഇക്കാലത്ത് ആളുകളോട് പറയട്ടെ, ഇക്കാലത്ത് ചിലർ കരുതുന്നത് പോലുള്ള അർത്ഥവും ഇതിനില്ല. അതായത് പ്രയാസത്തിൽ അകപ്പെടുത്തേണ്ടതില്ലാത്തതിനാലും അത് ഫർദ് നമസ്കാരമായതിനാലും വേഗം തീർത്ത് ഉത്തരവാദിത്തമൊഴുക എന്ന് ഇതിനർത്ഥമില്ല. എളുപ്പം സംജാതമാക്കുക എന്നതിൻ്റെ വിപരീത ഉദ്ദേശമാണ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. ഇക്കാലത്ത് നമസ്കരിക്കുന്ന ചിലർ ആരാധനയ്ക്കായി വരുന്നു, ഏതാനും നിമിഷങ്ങൾക്കകം നമസ്കരിച്ചു പോകുന്നു. അല്ലെങ്കിൽ വീടുകളിൽ ഏതാനും നിമിഷങ്ങൾക്കകം നമസ്കാരം കഴിച്ചുകൂട്ടുന്നു. ഇവിടെയും ആളുകൾ എന്നോട് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്, നമസ്കാരം നിർവഹിക്കേണ്ടതെങ്ങനെയെന്ന്. നമസ്കാരം അങ്ങേയറ്റം ഭംഗിയായിട്ടാണ് നിർവഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. ഒരു സഹാബിയോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 പ്രാവശ്യം നമസ്കരിക്കാൻ പറഞ്ഞു. അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വൈകിയാണ് വന്നത്. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ജമാഅത്തായ നമസ്കാരത്തിന് ശേഷമുള്ള സദസ്സായിരുന്നു അത്. ഓരോ തവണ ആ സഹാബി നമസ്കരിച്ചു വന്ന് സദസ്സിലിരിക്കുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വീണ്ടും പോയി നമസ്കരിച്ചു വരാൻ പറയുമായിരുന്നു. അദ്ദേഹം നമസ്കരിച്ചു വന്നാൽ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, വീണ്ടും പോയി നമസ്കരിച്ചു വരൂ എന്ന്. ഇങ്ങനെ 3-4 തവണ നമസ്കരിച്ചു വരാൻ അവിടുന്ന് ഉപദേശിക്കുകയുണ്ടായി. ഒടുവിൽ ആ സ്വഹാബി പറഞ്ഞു, എനിക്ക് ഇതിലും നന്നായി നമസ്കരിക്കാൻ അറിയില്ല, അവിടുന്ന് പഠിപ്പിച്ചു തന്നാലും. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നമസ്കാരം സാവധാനം നിർവഹിക്കുക. ദൈവസ്മരണയും ദുറൂദും തൗഹീദും തഹ്മീദും അതിലുണ്ടാകണം. റുക്കുവും സുജൂദും ശരിയായ രീതിയിൽ നിർവഹിക്കുക. ആകയാൽ ഒരു കാര്യം ഓർക്കുക, നമസ്കാരം സൗകര്യപ്രദമായി നിർവഹിക്കുക എന്നതിൻ്റെ അർത്ഥം ധൃതിയിൽ നമസ്കരിക്കുക എന്നല്ല. എളുപ്പത്തിൽ നമസ്കരിക്കുക എന്ന് ഒരു നിവേദനത്തിന് വന്നിട്ടുള്ളതാണല്ലോ. അതിനാൽ ഉറക്കം വരുമ്പോൾ വേഗത്തിൽ നമസ്കരിക്കാമെന്ന അർത്ഥം നൽകുന്നത് ശരിയല്ല. ബോധമില്ലാത്ത അവസ്ഥയിൽ നമസ്കരിക്കുന്നത് തന്നെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അനുവദനീയമല്ല. നമസ്കരിക്കുമ്പോൾ അതിൻ്റെ അവകാശം പൂർണ്ണമായും നിർവഹിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത്. ബഹുദൈവാരാധനയെ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധികം വെറുത്തിരുന്നു. മരണാസന്നനായി കിടന്നപ്പോൾ പോലും വേദന കൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലും അവിടുന്ന് ഇപ്രകാരം അരുളി: തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയ യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു ശപിക്കട്ടെ. അതായത് അവർ പ്രവാചകന്മാരുടെ ഖബറുകളിൽ സുജൂദ് ചെയ്യുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തൻ്റെ മരണശേഷം തൻ്റെ ഉമ്മത്ത് പ്രകാരം ചെയ്യുകയാണെങ്കിൽ അവരെൻ്റെ പ്രാർത്ഥനകൾക്ക് അവകാശികളാകുമെന്ന് കരുതേണ്ട, മറിച്ച് അവരെ ഞാൻ തീർത്തും കഴിയുന്നതാണ്. മുമ്പ് പരാമർശിച്ചതുപോലെ അള്ളാഹു അതിന് സാക്ഷ്യം ആവശ്യപ്പെടും. ഇനി നോക്കൂ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ഗവൺമെൻറ് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇക്കാരണത്താൽ അവിടെ ആരെയും സുജൂദ് ചെയ്യാൻ അനുവദിക്കാറില്ല, അടുത്തു പോകാനും വിടാറില്ല. എന്നാൽ നിരവധി മുസ്ലിം രാജ്യങ്ങളിൽ പീറുമാരുടെയും ഫക്കീർമാരുടെയും ദർഗകളിൽ സുജൂദ് ചെയ്യുന്നതും നേർച്ചകൾ അർപ്പിക്കുന്നതും കാണാം. ഇത് തികഞ്ഞ ശിർക്കാണ്. ഒരു കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചെങ്കിൽ, തൻ്റെ കാര്യത്തിൽ പോലും വിലക്കിയെങ്കിൽ, ഏതെങ്കിലും പീറിൻ്റെയോ ഫക്കീറിൻ്റെയോ ഖബറിടത്ത് സുജൂദ് ചെയ്യാൻ എന്ത് അവകാശമാണുള്ളത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുക വഴി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുന്നു. എങ്കിലും നാം നമ്മുടെ ആരാധനകളുടെ നിലവാരം ഉയർത്തേണ്ടതുണ്ട്. മറ്റുള്ള മുസ്ലിങ്ങളിൽ ഈ ആചാരം വളരെയേറെയുണ്ട്. അള്ളാഹു അവരോടും കരുണ കാണിക്കട്ടെ. ഇത്തരം ശിർക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. ഇനി അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയപ്രകടനത്തിൻ്റെ കാര്യമെടുക്കാം. ഒരിക്കൽ സഹാബാക്കൾ അവിടുത്തോട് പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലെ, അവിടുത്തെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു അങ്ങേക്ക് തീർച്ചയായും സ്വർഗം നൽകുമല്ലോ. എന്തെന്നാൽ അള്ളാഹു അങ്ങേക്ക് സാക്ഷ്യപത്രം നൽകുകയും അങ്ങയുടെ സ്വഭാവ ഗുണങ്ങളെ പുകഴ്ത്തുകയും അങ്ങയുടെ മാതൃകയെ മുസ്ലിങ്ങൾക്കായി പ്രവർത്തന മാനദണ്ഡമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. അതിനർത്ഥം അങ്ങയുടെ കർമ്മങ്ങൾ മുഖേന അങ്ങേക്ക് രക്ഷ ലഭിക്കും, അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു: ഒരിക്കലുമില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ എനിക്കും രക്ഷയില്ല. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി: ഒരാളും തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ ചോദിച്ചു: അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങും പോവുകയില്ലേ? അങ്ങും അങ്ങയുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ലേ? അവിടുന്ന് പറഞ്ഞു: അതെ, ഞാനും എൻ്റെ കർമ്മങ്ങളുടെ ഫലമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. അള്ളാഹു അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ അതേ വഴിയുള്ളൂ. ബുഖാരിയുടെ നിവേദനമാണിത്. പിന്നീട് അവിടുന്ന് ഉപദേശിച്ചു: നല്ല കാര്യങ്ങൾ ചെയ്യുകയും ദൈവസാമീപ്യത്തിൻ്റെ മാർഗങ്ങൾ തേടുകയും ചെയ്യുക. നിങ്ങളിൽ ആരും മരണത്തിനായി ആഗ്രഹിക്കരുത് എന്ന് അവിടുന്ന് ഉപദേശിച്ചു. ഒരാൾ നല്ലവനാണെങ്കിൽ അയാൾ കൂടുതൽ കാലം ജീവിക്കുന്നത് തൻ്റെ സൽപ്രവർത്തികൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒരാൾ മോശപ്പെട്ടവനാണെങ്കിൽ അയാൾക്ക് പശ്ചാത്താപം ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും അതിനുള്ള ചിന്ത ഉടലെടുക്കുകയും ചെയ്യും. മരണം ആഗ്രഹിക്കരുത് എന്നത് നാം ഓർത്തുവെക്കേണ്ട ഒരു സുപ്രധാന ഉപദേശമാണ്. ഇതിന് കാരണമായി അവിടുന്ന് പറഞ്ഞത് ഇതാണ്: വല്ല ക്ലേശവും കാരണമായാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ മരണം ആഗ്രഹിക്കാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ. നിങ്ങളുടെ വല്ല സൽക്രമങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സൽക്രമങ്ങൾ ചെയ്യാൻ ഇനിയും അവസരം നൽകുന്നതാണ്. നിങ്ങൾക്ക് പരലോകത്ത് മികച്ച ഏർപ്പാടുകൾ ഒരുക്കുന്നതായിരിക്കും. നിങ്ങളുടെ തിന്മകൾ പുറത്തു തരുന്നതുമാണ്. ഇനി തിന്മകളാണുള്ളതെങ്കിൽ തോബയും ഇസ്തിഗ്ഫാറും ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് ശ്രദ്ധ ഉളവാകുന്നതോടെ മോക്ഷവും ലഭിക്കും. അപ്പോഴും ദൈവസാമീപ്യം ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ഒരു വേള അള്ളാഹു നിങ്ങളുടെ രക്ഷയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനയുടെ നിലവാരം നാം ദർശിച്ചു കഴിഞ്ഞല്ലോ. ഇക്കാര്യത്തിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയും അവിടുന്ന് ക്ഷണിക്കുമായിരുന്നു. നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഒരിക്കൽ അവിടുന്ന് രാത്രി തൻ്റെ മരുമകൻ ഹസ്രത്ത് അലിയുടെയും മകളായ ഫാത്തിമയുടെയും വീട്ടിൽ വന്നു. തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടോ എന്ന് അവരോട് അന്വേഷിച്ചു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലെ, നമസ്കരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം ഉറങ്ങിപ്പോയാൽ നമസ്കാരം വിട്ടുപോകും.
അവിടുന്ന് പറഞ്ഞു, തഹജ്ജുദ് ശീലമാക്കുക. അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടുന്ന് വീട്ടിലേക്ക് പോയി. വഴിയിൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നു: വകാനൽ ഇൻസാനോ അക്സറ ഷൈഇൻ ജദല. അതായത് മനുഷ്യൻ പ്രായേണ തൻ്റെ പിഴവുകൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നവനല്ല. വിവിധ ന്യായങ്ങളിലൂടെ അവൻ അവയെ മറച്ചുവെക്കുന്നു. അങ്ങനെ അവിടുന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഇത് ആവർത്തിക്കുകയും ചെയ്തു. മറ്റുള്ളവരിലൂടെ ഹസ്രത്ത് അലിയിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ഞങ്ങളിൽ നിന്ന് ചിലപ്പോൾ തെറ്റ് സംഭവിക്കുന്നു എന്ന് പറയുന്നതിനു പകരം എഴുന്നേൽക്കാതിരുന്നത് തെറ്റു തന്നെ എന്ന് പറയണമായിരുന്നു. അള്ളാഹു ഇച്ഛിക്കുമ്പോൾ എഴുന്നേൽക്കും, അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് അതിന് അള്ളാഹുവിൻ്റെ മേൽ വെച്ച് കിട്ടരുതെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. തൻ്റെ വീഴ്ചകളെ അള്ളാഹുവിൽ ചേർത്ത് പറയുന്നത് എന്തിന് എന്ന് അവിടുന്ന് ചോദിച്ചു. മുമ്പ് വിവരിക്കപ്പെട്ടതുപോലെ ആരാധനാകർമ്മങ്ങളിൽ യാതൊരു വിധത്തിലുള്ള കൃത്രിമത്വമോ ബാഹ്യപ്രകടനങ്ങളോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരിക്കൽ തൻ്റെ ഗൃഹത്തിൽ കയറുകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അവിടുന്ന് അവ വിലക്കുകയും ആ കയറുകൾ എടുത്തു മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അള്ളാഹു മനുഷ്യനിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള പ്രകൃതിദത്തമായ കഴിവുകളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്നതായിരുന്നു അവിടുത്തെ തത്വം. അതുതന്നെയാണ് യഥാർത്ഥ ആരാധനയും. കണ്ണുകളുണ്ടായിരിക്കെ അവ അടച്ചുപിടിക്കുന്നതോ അല്ലെങ്കിൽ അവയെ നശിപ്പിക്കുന്നതോ ആരാധനയല്ല, മറിച്ച് അത് അള്ളാഹുവിനുള്ള അനാദരവാണ്. എന്നാൽ അവയെ ദുരുപയോഗം ചെയ്യുന്നത് പാപവുമാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യസഹജമായ ഇച്ഛകളെ സ്വാധീനിക്കുന്ന അനേകം ആകർഷണങ്ങൾ നമ്മെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. നാം അവയിലേക്ക് ആകൃഷ്ടരാവുകയും ടി വിയിലോ ഇൻ്റർനെറ്റിലോ തെറ്റായ പരിപാടികളോ അനുചിതമായ കാര്യങ്ങളോ ദർശിക്കുകയും ചെയ്യുന്നത് പാപമാണ്. ഇത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കുന്നതാണ് യഥാർത്ഥ കാര്യം. അതാണ് നിങ്ങൾക്ക് പ്രതിഫലം നേടിത്തരുന്നത്. അതുപോലെ തന്നെ കാതുകൾ അടച്ചു പിടിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയല്ല. അള്ളാഹു നിങ്ങൾക്കൊരു കഴിവ് നൽകിയിരിക്കെ എന്തിനാണ് അത് ഉപയോഗിക്കാതിരിക്കുന്നത്? അത് ദൈവിക അനുഗ്രഹത്തോടുള്ള അനാദരവാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ പാഴാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കുന്നതും ഏഷണികൾക്ക് കാതോർക്കുന്നതും പാപമാണ്. അനേകം ആളുകൾ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുകയും ഏഷണികൾ കേട്ട് ആനന്ദിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ ബലഹീനതകൾ കേട്ട് രസിക്കുന്നത് തെറ്റായ പ്രവൃത്തിയാണ്. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവിടുന്ന് ഉപദേശിച്ചു. പ്രകൃതിദത്തമായ കഴിവുകളുടെ ശരിയായ ഉപയോഗമാണ് ഉന്നത ധാർമ്മിക ഗുണങ്ങൾ എന്ന് അവിടുന്ന് അരുളുകയുണ്ടായി. ആ കഴിവുകളെ നശിപ്പിക്കുന്നത് വിഡ്ഢിത്തവും അവയെ അവിഹിതമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ദുർവൃത്തിയുമത്രേ. അവയുടെ ശരിയായ വിനിയോഗമാണ് യഥാർത്ഥ നന്മ. ഇതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയും അവിടുത്തെ ജീവിതത്തിൻ്റെയും സാരം. ഇക്കാരണത്താലാണ് അവിടുത്തെ ജീവിതത്തെ ഒരു ഉത്തമ മാതൃകയായി സ്വീകരിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ കർമ്മങ്ങളെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിടത്ത് പ്രസ്താവിക്കുന്നു: അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ 2 വഴികൾ തുറക്കപ്പെടുമ്പോൾ അവയിൽ പാപത്തിൻ്റെ നേരിയ അംശം പോലുമില്ലെങ്കിൽ അവിടുന്ന് എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാതിരുന്നിട്ടില്ല. 2 വഴികളുണ്ട്. ഒന്ന് എളുപ്പമുള്ളതും മറ്റൊന്ന് പ്രയാസകരമായതും. എളുപ്പമുള്ള വഴി സ്വീകരിക്കാനായിരുന്നു അങ്ങയുടെ ശ്രമം. കാരണം അള്ളാഹു മനുഷ്യനെ അനാവശ്യമായി പ്രയാസത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എളുപ്പമുള്ള വഴി സ്വീകരിക്കുന്നതിലൂടെ വല്ല പാപവും സംഭവിക്കുമെന്ന് സംശയം തോന്നിയാൽ അവിടുന്ന് അതിൽ നിന്ന് ഓടി അകലുകയും ദൈർഘ്യമേറിയ വഴി സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. ചെറിയൊരു സംശയം പോലും തോന്നിയാൽ മറ്റേതൊരു മനുഷ്യനേക്കാളും ദൂരത്തേക്ക് അവിടുന്ന് അതിൽ നിന്ന് അകന്നു മാറുമായിരുന്നു. സാധാരണ മനുഷ്യർക്ക് അത്രത്തോളം അകന്നു മാറാൻ സാധ്യമല്ലായിരുന്നു. ലോകത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ചിലപ്പോൾ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി തങ്ങൾ വലിയ ആത്മീയ തപസ്യകൾ ചെയ്തു എന്ന് കാണിച്ച് ആളുകൾ സ്വയം പ്രയാസത്തിലാക്കുന്നു. പീർമാരും ഫക്കീർമാരും ഇത്തരത്തിൽ വലിയ കഥകൾ പറയാറുണ്ട്.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എളുപ്പത്തിൻ്റെ വഴിയാണ് തേടിയത്. കാരണം ഇത്തരത്തിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ മഹത്വം പ്രകടിപ്പിക്കാനോ പുകഴ്ത്തപ്പെടാനോ വേണ്ടിയാണ് സ്വയം കഷ്ടപ്പെടുത്തുന്നത്. അവർ അള്ളാഹുവിന് വേണ്ടിയല്ല അത് ചെയ്യുന്നത്. അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് അള്ളാഹുവിന് യാതൊരു പ്രയോജനവുമില്ല. അവർക്കതിന് പുണ്യവും ലഭിക്കില്ല. ഇത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരാൾ വഞ്ചിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ദുരുദ്ദേശം കാരണം അള്ളാഹു അയാൾക്ക് പാപമാണ് നൽകുന്നത്, പുണ്യമല്ല. ചിലർ തങ്ങളുടെ കുറവുകൾ മറയ്ക്കാൻ വേണ്ടി തങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തുവെന്ന് അവകാശപ്പെടുന്നു. എങ്ങനെയെങ്കിലും തങ്ങളുടെ തെറ്റുകളെ മൂടിവെക്കാൻ ശ്രമിക്കുകയും തങ്ങൾ ഉന്നതമായ കാര്യമാണ് ചെയ്തതെന്നും അതിൻ്റെ പേരിൽ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചെന്നും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, ഇല്ല, ഈ നന്മകൾ നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാക്കും. കാരണം നിങ്ങളുടെ നിയ്യത്ത് അഥവാ ഉദ്ദേശം ശുദ്ധമല്ല. ജനങ്ങളെ കാണിച്ചാൽ അവർ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് കരുതിയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിത മാതൃകയിലൂടെയും ഉപദേശങ്ങളിലൂടെയും നമുക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യരുമായുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭാര്യമാരോടുള്ള അവിടുത്തെ പെരുമാറ്റം എങ്ങനെയുള്ളതായിരുന്നു? അത് അങ്ങേയറ്റം ദയാപൂർവവും നീതിയുക്തവുമായിരുന്നു. ഇന്നത്തെ ആളുകൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ വീടുകളിലെ പല തർക്കങ്ങളും കലഹങ്ങളും ഇല്ലാതാകും. ചിലപ്പോൾ അവിടുത്തെ ഭാര്യമാർ അവിടുത്തോട് കർക്കശമായി സംസാരിക്കുമായിരുന്നു. എങ്കിലും അവിടുന്ന് പുഞ്ചിരിയോടെ അതിന് ശബ്ദമായി അവഗണിക്കുകയായിരുന്നു പതിവ്. ഒരിക്കൽ അവിടുന്ന് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നീ എന്നോട് പിണങ്ങുമ്പോൾ നീ പിണക്കത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങേക്കതെങ്ങനെ മനസ്സിലാകും? അവിടുന്ന് അരുളി, നീ എന്നോട് സന്തോഷത്തിലായിരിക്കുമ്പോൾ സത്യം ചെയ്യേണ്ടി വന്നാൽ നീ എപ്പോഴും പറയുക, മുഹമ്മദിൻ്റെ രക്ഷിതാവാണ് സത്യം, കാര്യം ഇപ്രകാരമാണ് എന്നാണ്. എന്നാൽ നീ എന്നോട് പിണക്കത്തിലായിരിക്കുമ്പോൾ സത്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് നീ പറയാറ്, ഇബ്രാഹിമിൻ്റെ രക്ഷിതാവാണ് സത്യം, കാര്യം ഇപ്രകാരമാണ് എന്നാണ്. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചിരിക്കുകയും അവിടുത്തെ വാക്കിനെ ശരിവെച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്തു, അങ്ങ് തീർത്തും ശരിയാണ് മനസ്സിലാക്കിയത്. അവിടുത്തെ ആദ്യത്തെ മുതിർന്ന പത്നി ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രങ്ങളുണ്ട്. അവർ അവിടുത്തേക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്തിരുന്നു. അവരുടെ വിയോഗത്തിന് ശേഷം അവിടുത്തെ വിവാഹത്തിൽ യുവതികളായ കാര്യങ്ങൾ കടന്നു വന്നു. അവരുടെ വിയോഗത്തിന് ശേഷം തിരുനബിയുടെ വിവാഹത്തിൽ യുവതികളായ ഭാര്യമാർ കടന്നു വന്നു. എങ്കിലും അവിടുന്ന് ഖദീജയുമായുള്ള ബന്ധത്തെ മറന്നില്ല. ഹസ്രത്ത് ഖദീജയുടെ കൂട്ടുകാരികൾ വരുമ്പോൾ പോലും അവിടുന്ന് അവരെ സ്വീകരിക്കാനായി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഹസ്രത്ത് ഖദീജയുടേതായ ഏതെങ്കിലും വസ്തുക്കൾ അവിടുത്തെ മുന്നിൽ വന്നാൽ അവിടുത്തെ കണ്ണുകൾ നിറയുമായിരുന്നു. ബദർ യുദ്ധത്തിൽ ഒരു സംഭവമാണ്. അവിടുത്തെ ഒരു മരുമകൻ, അദ്ദേഹം അന്ന് മുസ്ലിമായിരുന്നില്ല, തടവുകാരനായി പിടിക്കപ്പെട്ടു. മോചനദ്രവ്യം നൽകാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ ധനമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്നി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ, തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേറെ ധനമില്ലെന്ന് കണ്ടപ്പോൾ തൻ്റെ മാതാവിൻ്റെ അവസാന സ്മരണികയായി തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു മാല തൻ്റെ ഭർത്താവിൻ്റെ മോചനദ്രവ്യമായി മദീനയിലേക്ക് അയച്ചു കൊടുത്തു. ആ മാല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അത് തിരിച്ചറിയുകയും അവിടുത്തെ കണ്ണുകളിൽ കണ്ണീർ നിറയുകയും ചെയ്തു. അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു കൽപ്പന നൽകാൻ അവകാശമില്ല. എങ്കിലും എനിക്കറിയാം, ഈ മാല സൈനബിൻ്റെ പക്കൽ അവളുടെ ഉമ്മയുടെ അവസാന സ്മരണികയാണ് എന്ന്. നിങ്ങൾക്ക് സന്തോഷത്തോടെ അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ മകളെ അവളുടെ ഉമ്മയുടെ അവസാന സ്മരണികയിൽ നിന്ന് ഒഴിവാക്കരുത്, അതായത് മടക്കി കൊടുക്കണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലുള്ളാ, ഞങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷം എന്തുണ്ട്? അങ്ങനെ അവർ ആ മാല ഹസ്രത്ത് സൈനബിന് തന്നെ മടക്കി കൊടുക്കുകയുണ്ടായി. ഹസ്രത്ത് ഖദീജ അവിടുത്തോട് ചെയ്ത നന്മകളുടെ സ്വാധീനം അവിടുത്തെ മനസ്സിൽ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നാൽ
അവിടുന്ന് പലപ്പോഴും തൻ്റെ മറ്റു ഭാര്യമാരോട് അവരെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഇതിനെക്കുറിച്ചൊരു സംഭവമുണ്ട്. ഭാര്യമാർക്കിടയിൽ പരസ്പരം ചെറിയ പിണക്കങ്ങൾ സ്വാഭാവികമാണല്ലോ. ഒരാൾ മരണപ്പെട്ടു പോയാലും അവരെ അമിതമായി പുകഴ്ത്തുമ്പോൾ മറ്റൊരാൾക്ക് അസൂയ ഉണ്ടായേക്കാം. ഒരിക്കൽ അവിടുന്ന് ഹസ്രത്ത് ആയിഷയുടെ അടുത്ത് വെച്ച് ഹസ്രത്ത് ഖദീജയെ പുകഴ്ത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലുള്ള, അങ്ങെന്തിനാണ് എപ്പോഴും ആ വൃദ്ധയെക്കുറിച്ച് സംസാരിക്കുന്നത്? അത് വിട്ടേക്കൂ. അള്ളാഹു അവർക്ക് പകരം അതിനേക്കാൾ നല്ലവരും സുന്ദരികളുമായ യുവതികളെ അങ്ങക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വികാരാധീനനായി ഇപ്രകാരം അരുളി, ആയിഷ, ഖദീജ എന്നെ എത്രത്തോളം സേവിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. അവിടുത്തെ ഉത്തമ സ്വഭാവത്തിൻ്റെ നിലവാരം എന്തായിരുന്നുവെന്ന് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ജനനത്തിനു മുമ്പ് പിതാവും കുട്ടിക്കാലത്ത് തന്നെ മാതാവും വിയോഗം പ്രാപിച്ചു. ആദ്യത്തെ 8 വർഷം അവിടുന്ന് തൻ്റെ പിതാമഹൻ്റെ സംരക്ഷണത്തിൽ ചെലവഴിച്ചു. അതിനുശേഷം തൻ്റെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. പിതൃവ്യന് രക്തബന്ധമുണ്ടായിരുന്നു. കൂടാതെ അബൂ താലിബിൻ്റെ പിതാവ് മരണസമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പ്രത്യേകമായി വസിയത്ത് ചെയ്തിരുന്നു. അതിനാൽ അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിതൃവ്യൻ്റെ ഭാര്യയിൽ അത്രത്തോളം സ്നേഹമോ കുടുംബപരമായ ഉത്തരവാദിത്വ ബോധമോ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ എന്തെങ്കിലും വിഭവങ്ങൾ വരുമ്പോൾ മിക്കവാറും അവർ ആദ്യം തൻ്റെ മക്കൾക്ക് നൽകുമായിരുന്നു. അന്ന് ചെറുപ്രായമായിരുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പരിഗണിച്ചിരുന്നില്ല. അബൂ താലിബ് വീട്ടിൽ വരുമ്പോൾ തൻ്റെ ചെറിയ സഹോദരപുത്രൻ കരയുന്നതോ പരാതി പറയുന്നതോ കാണുന്നതിനു പകരം അദ്ദേഹം കാണുന്നത് തൻ്റെ കുട്ടികൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നാൽ ആ ചെറിയ സഹോദരപുത്രനാകട്ടെ ഒരു പ്രതാപത്തിൻ്റെ പർവ്വതം കണക്കെ വളരെ ശാന്തനായിരിക്കുന്നതായിട്ടാണ്. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് തന്നെ വലിയ ക്ഷമയോടെ എല്ലാം സഹിക്കുമായിരുന്നു. പിതൃവിൻ്റെ സ്നേഹവും കുടുംബപരമായ ഉത്തരവാദിത്വങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ വരുമ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് തൻ്റെ സഹോദരപുത്രനെ ചേർത്തിപ്പിടിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്യുമായിരുന്നു, എൻ്റെ കുട്ടിയെയും ഒന്ന് ശ്രദ്ധിക്കൂ, എൻ്റെ കുട്ടിയെയും ഒന്ന് പരിഗണിക്കൂ. ഇപ്രകാരം മിക്കപ്പോഴും സംഭവിക്കാറുണ്ടായിരുന്നു. അത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനടുത്ത് ഈ നിവേദനം ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു, എന്നാൽ കണ്ടുനിന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അവിടുത്തെ മുഖത്ത് ഒരിക്കലും ഖേദമോ പ്രയാസമോ പ്രകടമായിട്ടില്ല. ഈ കാരണം കൊണ്ട് ഒരിക്കലും അവിടുത്തേക്ക് ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിട്ടില്ല. തൻ്റെ പിതൃവ്യപുത്രന്മാരോട് ഒരിക്കലും ഒരു മത്സരബുദ്ധിയും തോന്നിയിട്ടില്ല എന്നാണ്. അവിടുത്തെ ജീവിതം നമ്മോട് പറയുന്നത് സാഹചര്യങ്ങൾ മാറിയ പിൽക്കാലത്ത് പോലും അവിടുന്ന് ഹസ്രത്ത് അലിയെയും ഹസ്രത്ത് ജാഫറിനെയും തൻ്റെ സംരക്ഷണയിൽ എടുക്കുകയും എല്ലാവിധത്തിലും അവരുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ്. ഇന്നത്തെ കാലത്ത് നോക്കൂ, മുതിർന്നവർ പോലും ആളുകൾ കുട്ടിക്കാലത്ത് ചെറിയ കാര്യങ്ങൾ ഓർത്തു വെക്കുകയും പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അവിടുന്ന് സൽപെരുമാറ്റം മാത്രമാണ് കാഴ്ചവെച്ചത്. മുതിർന്ന പ്രായമെത്തിയ ശേഷം ഇന്ന് നാം കാണുന്നത് ചില ആളുകൾക്ക് മറ്റേതെങ്കിലും ബന്ധുക്കളടുത്ത് താമസിക്കേണ്ടി വരികയോ പിതാവില്ലാത്തത് കാരണം 14-15 വയസ്സിൽ അവിടെ കഴിയേണ്ടി വരികയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളാണ്. അവിടെ ആ ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലും അതിക്രമങ്ങൾ നേരിട്ടാൽ അവർ ആ കാര്യങ്ങൾ മറക്കില്ല. അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രതികാരം ചെയ്തില്ല. മറിച്ച് അവസരം വന്നപ്പോൾ അവരെ തൻ്റെ തണലിൽ ചേർത്ത് പിടിക്കുകയും അവർക്ക് ശരിയായ ശിക്ഷണം നൽകി അവരെ ഉന്നതമായ ഒരു പദവിയിൽ എത്തിക്കുകയുമാണ് ചെയ്തത്. ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളുടെ ഭാഗമായി ക്ഷമയുടെ ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ഒരിക്കലൊരു സ്ത്രീ തൻ്റെ മകൻ മരിച്ചുപോയതിൻ്റെ പേരിൽ അവൻ്റെ കബറിങ്കലിൽ ഇരുന്ന് വിലപിക്കുകയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കടന്നുപോയപ്പോൾ അരുളുകയുണ്ടായി, അല്ലയോ ഭവതി, ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെ വിധി എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്ന ഒന്നാണ്. ആ സ്ത്രീക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അവൾ മറുപടിയായി പറഞ്ഞു, എൻ്റെ കുട്ടി മരിച്ചതുപോലെ നിങ്ങളുടെ കുട്ടിയും മരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കറിയുമായിരുന്നു ക്ഷമ എന്നാൽ എന്താണെന്ന്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. ഒന്നല്ല, എൻ്റെ 7 മക്കൾ വിയോഗം പ്രാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കഴിഞ്ഞുപോയ ദുഃഖങ്ങളെക്കുറിച്ച് ഇത്രമാത്രമേ അവിടുന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളൂ. ഒരിക്കലും അതിലപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. ആ സങ്കടം കാരണം മനുഷ്യസേവനത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അവിടുത്തെ സഹിഷ്ണുതയുടെ അവസ്ഥ എങ്ങനെയെന്നാൽ അള്ളാഹു അവിടുത്തേക്ക് ഭരണം നൽകിയപ്പോഴും അവിടുന്ന് എല്ലാവരുടെയും വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു.
ആരെങ്കിലും കർക്കശമായി പെരുമാറിയാൽ പോലും അവിടുന്ന് നിശബ്ദനാകുമായിരുന്നു. കർശനമായി പെരുമാറുന്നവർക്ക് ഒരിക്കലും കർക്കശമായി മറുപടി നൽകിയിരുന്നില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുസ്ലിങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേര് വിളിക്കുന്നതിന് പകരം അവിടുത്തെ ആത്മീയ പദവി, അതായത് യാ റസൂലുള്ള എന്ന് വിളിച്ചായിരുന്നു ബഹുമാനിച്ചിരുന്നത്. ഇതര മതസ്ഥർ തിരുമേനിയെ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് പകരം അക്കാലത്തെ മര്യാദ അനുസരിച്ച് അബുൽ ഖാസിം എന്ന സ്ഥാനപ്പേര് വിളിച്ചാണ് ആദരിച്ചിരുന്നത്. അവിടുത്തെ അന്തരിച്ച പുത്രൻ്റെ പേരായിരുന്നു ഖാസിം. ഒരിക്കൽ മദീനയിൽ വന്ന ഒരു ജൂതൻ അവിടുത്തോട് തർക്കം തുടങ്ങുകയും സംസാരത്തിനിടയിൽ ആവർത്തിച്ച് "ഏ മുഹമ്മദ്, കാര്യം ഇപ്രകാരമാണ്, ഏ മുഹമ്മദ്, കാര്യം ഇപ്രകാരമാണ്" എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരുവിധ അസ്വസ്ഥതയുമില്ലാതെ അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ അയാളുടെ ഈ ധിക്കാരം കണ്ട് സ്വഹാബികൾ അത്യധികം അസ്വസ്ഥരാകുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരു സഹാബിക്ക് സഹിക്കാനായില്ല. അദ്ദേഹം ജൂതനോട് പറഞ്ഞു, "സൂക്ഷിക്കുക, അവിടുത്തെ പേര് വിളിച്ച് സംസാരിക്കരുത്. നിങ്ങൾക്ക് റസൂലുള്ള എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അബുൽ ഖാസിം എന്തെങ്കിലും വിളിക്കൂ." ജൂതൻ മറുപടി പറഞ്ഞു, "അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് നൽകിയ പേര് തന്നെ ഞാൻ വിളിക്കുന്നതാണ്." ഇത് കേട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയും സഹാബാക്കളോട് ഇപ്രകാരം പറയുകയും ചെയ്തു, "നോക്കൂ, ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് മുഹമ്മദ് എന്ന് തന്നെയാണ് പേരിട്ടത്. അദ്ദേഹം ഏത് പേരാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അത് വിളിക്കട്ടെ. ഇതിൽ നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കരുത്." സഹിഷ്ണുതയുടെ അവസ്ഥ എങ്ങനെയെന്നാൽ, ചിലപ്പോൾ അവിടുന്ന് ഏതെങ്കിലും ആവശ്യത്തിനായി പുറത്തിറങ്ങുമ്പോൾ ചില ആളുകൾ വഴിതടഞ്ഞു നിൽക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾ വിവരിക്കാൻ തുടങ്ങുകയും ചെയ്യുമായിരുന്നു. അവർ സംസാരിച്ച് തീരുന്നതുവരെ അവിടുന്ന് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അതുപോലെ ചില ആളുകൾക്ക് ഹസ്തദാനം ചെയ്താൽ കൈകൾ ഏറെ നേരം പിടിച്ചു വെക്കുന്ന ശീലമുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവരുടെ കൈകൾ ഏറെ നേരം പിടിച്ചുകൊണ്ടിരിക്കും. ഇതൊരു അഭികാമ്യമായ രീതിയല്ലെങ്കിൽ പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് തൻ്റെ കൈ ബലമായി പിൻവലിക്കുമായിരുന്നില്ല. എല്ലാത്തരം ആവശ്യക്കാരും തങ്ങളുടെ ആവശ്യങ്ങൾ അവിടുത്തെ മുന്നിൽ അവതരിപ്പിക്കുമായിരുന്നു. ചിലപ്പോൾ ചോദിക്കുന്നവർക്ക് അവരുടെ ആവശ്യാനുസാരണം എന്തെങ്കിലും നൽകിയാൽ അവർ തങ്ങളുടെ ആർത്തി കാരണം കൂടുതൽ ചോദിക്കുമായിരുന്നു. അവിടുന്ന് അതും പൂർത്തീകരിച്ചു കൊടുക്കും. ചിലപ്പോൾ ആളുകൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. അവിടുന്ന് ഓരോ തവണയും അവർക്ക് എന്തെങ്കിലും നൽകിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചോദിക്കുന്ന ആൾ അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളവനാണെന്ന് കണ്ടാൽ അയാൾ ചോദിച്ചത് നൽകിയ ശേഷം ആ വ്യക്തിയോട് അവിടുന്ന് ഇപ്രകാരം മാത്രം പറയുമായിരുന്നു, "നീ ദൈവത്തിൽ ഭരമേൽപ്പിച്ചിരുന്നുവെങ്കിൽ അത് കൂടുതൽ നന്നായനെ." ഒരിക്കൽ ഒരു സഹാബി ആവർത്തിച്ച് നിർബന്ധിച്ചുകൊണ്ട് തൻ്റെ ആവശ്യങ്ങൾക്കായി പലതവണ പണം ചോദിച്ചു. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു നൽകി. എങ്കിലും അവസാനം ഇപ്രകാരം അരുളി, "മനുഷ്യൻ ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ പദവി." ആ സഹാബിയിൽ ആത്മാർത്ഥതയും മര്യാദയും ഉണ്ടായിരുന്നു. താൻ വാങ്ങിയത് മര്യാദ കാരണം അദ്ദേഹം തിരിച്ചു നൽകിയില്ലെങ്കിലും ഭാവിയെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി, "യാ റസൂലുള്ളാ, ഇത് എൻ്റെ അവസാനത്തെ ചോദിക്കലാണ്. ഇനി ഭാവിയിൽ ഒരു സാഹചര്യത്തിലും ഞാൻ ആരോടും ഒന്നും ചോദിക്കുകയില്ല." ഇതേ സഹാബിയെക്കുറിച്ചൊരു സംഭവമുണ്ട്. ഒരിക്കലൊരു യുദ്ധം നടക്കുകയായിരുന്നു. അത്യന്തം അപകടകരമായ യുദ്ധ സാഹചര്യമായിരുന്നു അത്. കുന്തങ്ങളും അമ്പുകളും വാളുകളും പാഞ്ഞുകൊണ്ടിരുന്നു. സൈനികർ തമ്മിൽ കഠിനമായി പോരാട്ടം നടക്കുകയാണ്. ഗളച്ഛേദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ശത്രുക്കളുടെ വലയിൽ ഇരിക്കുന്ന ആ കൃത്യസമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാട്ടവാർ താഴെ വീണുപോയി. കൂടെ ഉണ്ടായിരുന്ന കാലാൾപ്പടയിലെ ഒരു മുസ്ലിം സൈനികൻ തൻ്റെ ഓഫീസർ താഴെ ഇറങ്ങിയാൽ വല്ല അപകടവും സംഭവിച്ചാലോ എന്ന് കരുതി ആ ചാട്ടവാർ കുനിഞ്ഞെടുത്ത് അദ്ദേഹത്തിന് നൽകാൻ ആഗ്രഹിച്ചു. ആ സഹാബിയുടെ ദൃഷ്ടി ആ സൈനികനിൽ പതിഞ്ഞു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, "എൻ്റെ സഹോദര, ദൈവത്തെ ഓർത്ത് ഞാൻ സത്യം ചെയ്യുന്നു, ആ ചാട്ടവാറിൽ കൈ തൊടരുത്." ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് താഴെ ചാടിയിറങ്ങി ചാട്ടവാർ സ്വയം എടുത്തു. പിന്നീട് അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, "ഞാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു, ഞാൻ ആരോടും ഒന്നും ചോദിക്കുകയില്ലെന്ന്. ഞാൻ ആ ചാട്ടവാർ നിന്നെക്കൊണ്ട് അടുപ്പിച്ചിരുന്നെങ്കിൽ, ഞാൻ നാവുകൊണ്ട് നിന്നോട് ചോദിച്ചിട്ടില്ലെങ്കിലും സാഹചര്യത്തിൻ്റെ ഭാഷയിൽ അതൊരു ചോദിക്കലായി മാറുമായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് എന്നെ വാഗ്ദാന ലംഘകനാക്കുമായിരുന്നു." ആ അപകടകരമായ അവസ്ഥയിലും അദ്ദേഹത്തിന് തൻ്റെ വാഗ്ദാന ഓർമ്മയുണ്ടായിരുന്നു. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടുത്തെ നീതിയെക്കുറിച്ചും വികാരങ്ങളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചും
ദരിദ്രരോടുള്ള പരിഗണനയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്കെന്നും ഒരു ഉത്തമ മാതൃകയാണ്. ദരിദ്രരുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും സ്ത്രീകളുള്ള സൽപെരുമാറ്റത്തെക്കുറിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം വീട്ടിലെ ഭാര്യമാരോടും പൊതുവായ സ്ത്രീകളോടും അവിടുന്ന് അത്യധികം കാരുണ്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. അയൽവാസികളോടും ബന്ധുക്കളോടുമുള്ള പെരുമാറ്റം ഉൾപ്പെടെ മനുഷ്യ സേവനത്തെക്കുറിച്ചും അസംഖ്യം കാര്യങ്ങൾ അവിടുത്തെ ജീവിത മാതൃകകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിനും അന്യരുടെ ദോഷങ്ങൾ മറച്ചുവെക്കുന്നതിനും അവിടുന്ന് എത്രത്തോളം പരിശ്രമിച്ചിരുന്നുവെന്നും പരസ്പര സഹകരണത്തെക്കുറിച്ച് അവിടുന്ന് എന്താണ് അരുളിയിരുന്നതെന്നും അവിടുത്തെ പ്രവർത്തികൾ വ്യക്തമാക്കുന്നു. മറ്റുള്ളവരുടെ വീഴ്ചകൾ വിട്ടുവീഴ്ചയോടെ കാണുന്നതിലും അവരുടെ കുറവുകൾ മറച്ചുവെക്കുന്നതിലും അവിടുന്ന് അപ്രകാരമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സത്യസന്ധതയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ എന്തായിരുന്നു? ദുർവിചാരങ്ങളിൽ നിന്നും അന്യയുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നതിൽ നിന്നും നിരാശയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ച് അവിടുന്ന് എന്താണ് അരുളിയത്? മൃഗങ്ങളുടെ കാരുണ്യത്തെക്കുറിച്ചും മതപരമായ സഹിഷ്ണുതയെക്കുറിച്ചും അവിടുന്ന് എന്താണ് പഠിപ്പിച്ചത്? ഇവയെല്ലാം നമുക്ക് സമ്പൂർണമായ മാതൃകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസരത്തിനനുസരിച്ച് ഭാവിയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ കാര്യങ്ങൾ സന്ദർഭാനുസരണം വിവരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി വായിക്കുകയും ചെയ്യുന്നതാണ്. അവിടുന്ന് അരുളുന്നു, ഏതൊരു മനുഷ്യനാണോ തൻ്റെ സത്ത കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും തൻ്റെ ആത്മീയവും പരിശുദ്ധവുമായ കഴിവുകളുടെ പ്രബലമായ പ്രവാഹം കൊണ്ടും അറിവിലും പ്രവൃത്തിയിലും സത്യസന്ധതയിലും സ്ഥൈര്യത്തിലും ഒരു സമ്പൂർണ്ണ മാതൃക കാണിച്ച് ഇൻസാനെ കാമിൽ അഥവാ സമ്പൂർണ്ണ മനുഷ്യനെന്ന് വിളിക്കപ്പെട്ടത് ആ അനുഗ്രഹീത പ്രവാചകൻ ഖാത്തമുൽ അംബിയ, ഇമാമുൽ അസ്വിയ, ഖാത്തമുൽ മുർസലീൻ, ഫഖ്റുൽ മുർസലീൻ ആയ ജനാബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു. അല്ലയോ ദൈവമേ, പ്രിയപ്പെട്ട ദൈവമേ, ലോകാരംഭം മുതൽ നീ ആർക്കും നൽകാത്ത വിധത്തിലുള്ള കാരുണ്യവും അനുഗ്രഹങ്ങളും ആ പ്രിയപ്പെട്ട പ്രവാചകന് മേൽ ചൊരിയണമേ. അതുകൊണ്ട് അവിടുത്തെ ജീവിത മാതൃക പിന്തുടർന്ന് യഥാർത്ഥ മുസ്ലിമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തെ അവിടുത്തെ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ തക്കവിധം അവിടുത്തെ സന്ദേശം ലോകമെങ്ങും എത്തിക്കുന്നവരായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ വബാരിക് സല്ലിം ഇന്നക ഹമീദും മജീദ്. നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ജനാസ വന്നിട്ടുണ്ടോ? യു കെയിൽ മിഷണറി സേവനമനുഷ്ഠിച്ചിരുന്ന ബഹുമാനപ്പെട്ട ലൈക്ക് അഹമ്മദ് താഹിർ സാഹിബിൻ്റെ ജനാസയാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 83-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം മുസിയായിരുന്നു. അദ്ദേഹത്തിന് മക്കളായ ഒരു മകളും 3 ആൺമക്കളുമുണ്ട്. ലേക്ക് താഹിർ സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വഹാബിയായ ഹസ്രത്ത് ഷെയ്ഖ് ഫസൽ അഹമ്മദ് സാഹിബ് ബട്ടാലവിയുടെ മകനായ ഖാദിയാനിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് 1907 ബയ്യത്ത് ചെയ്തത്. മെട്രിക് വിദ്യാഭ്യാസത്തിന് ശേഷം 1959 ലേക്ക് സാഹിബ് തൻ്റെ ജീവിതം ദീനിനായി സമർപ്പിക്കുകയും റബോയിലെ ജാമിയ അഹമ്മദിയയിൽ പ്രവേശനം നേടുകയും ചെയ്തു. 1966 ജാമിയയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. പഠനകാലത്ത് അദ്ദേഹം FA, അദീബ് ഫാസിൽ, അറബിക് ഫാസിൽ എന്നീ കോഴ്സുകൾ പൂർത്തിയാക്കിയിരുന്നു. ജാമിയയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ബിരുദവും കരസ്ഥമാക്കുകയുണ്ടായി. 1967 ജൂലൈയിൽ അദ്ദേഹത്തെ മിഷണറിയായി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ലണ്ടനിലെ മസ്ജിദ് ഫസലിൽ നായിബ് ഇമാമായി സേവനം അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് തൗഫീഖ് ലഭിച്ചു. 1970 പാകിസ്ഥാനിലേക്ക് മടങ്ങിയ അദ്ദേഹം ഇസ്ലാം ഇർഷാദ് വിഭാഗത്തിന് കീഴിൽ വിവിധയിടങ്ങളിൽ മിഷണറിയായി ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ഗ്രന്ഥരചനാ വിഭാഗം വകുപ്പിലേക്ക് മാറ്റുകയുണ്ടായി. അദ്ദേഹം മൗലാന അബ്ദുൽ ഹമീദ് നൂർ മുസാഹിബിൻ്റെ മരുമകനായിരുന്നു. സേവന കാലയളവിൽ അദ്ദേഹം ജാമിയയിൽ അധ്യാപകനായി നിയമിതനാവുകയും 10 വർഷത്തോളം ആ ചുമതല നിർവഹിക്കുകയും ചെയ്തു. 1982 വക്കാലത്ത് തബ്ഷീറിൽ നായിബ് വക്കീൽ തബ്ഷീറായി നിയമിതനായി. ജാമിയ പഠനകാലത്തും പാകിസ്ഥാനിൽ മിഷണറിയായിരുന്നപ്പോഴും ഖുദ്ദാമുൽ അഹമ്മദിയ ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. 1986 അദ്ദേഹത്തെ മിഷണറിയായി
അമേരിക്കയിലേക്ക് അയച്ചു. അതേ വർഷം തന്നെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തെ ഗ്ലാസ്ഗോയിലേക്ക് മാറ്റുകയും അവിടെ മിഷണറിയായി സേവനമനുഷ്ഠിക്കാൻ തൗഫീഖ് ലഭിക്കുകയും ചെയ്തു. 2005 UK ജാമിയ ആരംഭിച്ചപ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പളായി നിയമിതനായി. ഏകദേശം 59 വർഷത്തെ സുദീർഘമായ സേവന കാലയളവാണ് അദ്ദേഹത്തിൻ്റെത്. ഇമാം മസ്ജിദ് ഫസൽ ലണ്ടൻ അത്താൽ മുജീബ് സാബ് റാഷിദ് പറയുന്നു, അദ്ദേഹം ഇസ്ലാം മതത്തിൻ്റെ പോരാളിയും ഖിലാഫത്തിൻ്റെ വിശ്വസ്തനായ സേവകനുമായിരുന്നു. ജീവിതം ദീനിനായി സമർപ്പിച്ചതിൻ്റെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റിയ സമർത്ഥനായ ഒരു മിഷണറിയായിരുന്നു അദ്ദേഹം. അങ്ങേയറ്റം മധുരമായ ശൈലിയിലും സ്വാധീനമുള്ള മധുരമായ ശൈലിയിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. അങ്ങേയറ്റം മധുരമായ ശൈലിയിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുമാർ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. വളരെ ഹൃദ്യമായ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ വിവരിക്കുമായിരുന്നു. സേവനമനുഷ്ഠിച്ച എല്ലാ ജമാഅത്തുകളിലും നല്ല ഓർമ്മകൾ അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ട്. എഴുത്തിൻ്റെ മേഖലയിലും ധാരാളം സേവനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനകളിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. തൻ്റെ വീടിൻ്റെ ചുവരുകൾ പോലും പ്രാർത്ഥനാ വചനങ്ങളാൽ അദ്ദേഹം അലങ്കരിച്ചിരുന്നു. ഒരുപാട് ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. മുബാറക് സിദ്ദീഖ് സാഹിബ് പറയുന്നു, റബോയിലെ കാലം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അത്യധികം മാന്യവും പ്രസന്നവുമായ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഖിലാഫത്തിനോടും ജമാഅത്തിനോടും അങ്ങേയറ്റം ഭക്തിയുണ്ടായിരുന്ന അദ്ദേഹം കണ്ടുമുട്ടുന്നവരോടെല്ലാം ഖലീഫയോട് പൂർണ്ണമായി അനുസരണമുള്ളവരാകാൻ ഉപദേശിക്കുമായിരുന്നു. നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും ഉടൻ തന്നെ കുറിച്ചു വെക്കാൻ അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു ചെറിയ നോട്ട് ബുക്ക് കരുതുമായിരുന്നു. വിദ്യാർത്ഥികാലം മുതൽ ജമാഅത്തിലെ മുതിർന്നവരുമായി സഹവാസത്തിൽ കഴിയുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ഹാഫിസ് മുഖ്താർ അഹമ്മദ് സാഹിബിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. സദസ്സുകളിൽ അവ കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഖുറത്തുല്ലൈൻ പറയുന്നു, വാപ്പയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ രീതിയായിരുന്നു. പ്രാർത്ഥനകളിലെ ആവേദനയും വിനയവും ദൈവത്തിലുള്ള ഭരമേൽപ്പിക്കലും അള്ളാഹുവിനോട് ലാലനയോടെ ചോദിക്കുന്ന രീതിയും അത്ഭുതകരമായിരുന്നു. അള്ളാഹുവിൽ നിന്ന് മറുപടി ലഭിക്കുന്നതുവരെ അദ്ദേഹം പ്രാർത്ഥന നിർത്തുകയില്ലെന്ന് തോന്നിപ്പോകും. പറയുന്നു, അള്ളാഹും അദ്ദേഹത്തോട് പെരുമാറിയത് എങ്ങനെയെന്നാൽ സ്വപ്നങ്ങളിലൂടെ അള്ളാഹു പല കാര്യങ്ങളും അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയിച്ചു കൊടുക്കുമായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം മകൾക്ക് നൽകാറുള്ള ഉപദേശം ഇപ്രകാരമായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ്റെ അവസ്ഥ മരിച്ചവനെ പോലെയാകണം. ആ അവസ്ഥ കൈവരിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജനാസ ഇവിടെയുണ്ട്. ജുമാക്ക് ശേഷം ഞാൻ പുറത്തുപോയി നമസ്കരിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ അനുസ്മരണം മാലിയിലെ സൊഗു റീജിയൻ നായിബ് സദർ ആയിരുന്ന ബഹുമാനപ്പെട്ട സീഗ ജാലോ സാഹിബിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ ഗായിബാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അന്തരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഒരു മൂസിയായിരുന്നു. മിഷണറി തസീർ സാഹിബ് എഴുതുന്നു, റേഡിയോ പ്രോഗ്രാമുകൾ ശ്രവിച്ചതിലൂടെ 1916 അഹമ്മദ് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് തൗഫീഖ് ലഭിച്ചു. പിന്നീട് അദ്ദേഹം തൻ്റെ ഈമാനിൽ വലിയ പുരോഗതി കൈവരിച്ചു. അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള ആക്റ്റീവായ അഹമ്മദിയായിരുന്നു അദ്ദേഹം. ജമാഅത്ത് പരിപാടികളിലും ചന്ത നൽകുന്നതിലും അദ്ദേഹം വളരെ ആവേശത്തോടെ പങ്കുചേരുമായിരുന്നു. പള്ളി ദൂരെയാണെങ്കിലും ദിവസവും സുബഹി മഗ്രിബ് ഇശാ നമസ്കാരങ്ങൾക്കായി അദ്ദേഹം പള്ളിയിലെത്തുമായിരുന്നു. ഖിലാഫത്തിനോട് അങ്ങേയറ്റം ഭക്തിയും സ്നേഹവുമുള്ള ബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 1918 വസിയത്ത് പദ്ധതിയിൽ ചേരാൻ അദ്ദേഹത്തിന് തൗഫീഖ് ലഭിച്ചു. മരണം വരെ ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ തൻ്റെ ശമ്പളത്തിൽ നിന്ന് വസിയത്ത് ചന്ത അദ്ദേഹം കൃത്യമായി അടയ്ക്കുമായിരുന്നു. ഒരിക്കൽ 6 മാസത്തോളം അദ്ദേഹത്തിന് ശമ്പളം ലഭിച്ചില്ല. ആഫ്രിക്കയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അന്ന് ചന്ത നൽകാൻ കഴിയാത്തതിൽ അദ്ദേഹം വലിയ വിഷമത്തിലായിരുന്നു. ഒടുവിൽ അള്ളാഹു അനുഗ്രഹിക്കുകയും ശമ്പളം ലഭിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ചെയ്ത ആദ്യത്തെ കാര്യം തൻ്റെ വസിയത്ത് ചന്തയും ബാക്കി ചന്തകളും നൽകുക എന്നതായിരുന്നു. തൻ്റെ പത്നിക്കും 3 ആൺമക്കൾക്കും അദ്ദേഹം തബ്ലീഗ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തബ്ലീഗ് കാരണം 2 ആൺമക്കൾ അഹമ്മദികളായി മാറി. എന്നാൽ പത്നിയും ഒരു മകനും അഹമ്മദിയത്ത് സ്വീകരിച്ചില്ല. അതിൽ അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ടായിരുന്നു.
അഹമ്മദത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. മുസ്ലിങ്ങൾക്കും മൗലവിമാർക്കും എതിരെ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. മസീഹ് മൗദുമായ വ്യക്തിയെ അംഗീകരിക്കാത്ത പക്ഷം ഈ ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങേറ്റം സജീവമായി തബ്ലീഗ് ചെയ്യുകയും ജമാഅത്തിനെ സേവിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.